ഹലോ! കാൻറ്റർബറി വെസ്റ്റിൽ നിന്ന് വീണ്ടും നമ്മൾ ചെറിയൊരു ട്രിപ്പിന് പോവുകയാണ്. എവിടെയാന്നൊക്കെ നമ്മൾ വഴി പറയാം. ഹായ്! മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ടുണ്ട്. എന്തോ തപ്പുവാണ് കണ്ണാടി. കൊള്ളാം. ടിക്കി എന്ത് ചെയ്യോ അവിടെ? ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കുക. അയ്യോ കാണുന്നില്ലല്ലോ. കൊള്ളാം. ഞാൻ പിന്നെ പതിവ് പോലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ലണ്ടൻ സെൻറ്റ് പാൻക്രസ് എത്തിയിരിക്കുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സെൻറ്റ് പാൻക്രസ് എത്തിയിരിക്കുന്നു. എവിടെയാ? സെൻറ്റ് പാൻക്രസില്. ബൈ ദ വേ നമ്മൾ പോകുന്നത് സ്കോട്ട്ലാൻഡിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് നേരെ തൊട്ടപ്പുറത്താണ് കിങ്സ് ക്രോസ്. നേരെ അവിടെ നിന്നാണ് ഡയറക്റ്റ് സ്കോട്ട്ലാൻഡിലേക്ക് ട്രെയിൻ. അവിടുന്ന് നേരെ കാണുന്നതാണ് കിങ്സ് ക്രോസ്. പാസ് അടച്ചുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇന്നും കൂടെ ഉള്ളൂ, ഇനി ഈസ്റ്റർ വെക്കേഷൻ ആണ് ഇവർക്ക്. അപ്പം നല്ല തിരക്കുണ്ട് കുട്ടികളും. ഓക്കെ, ഇവിടെ ഐസ്ക്രീം മേടിക്കാൻ പറയാം. എല്ലനിയ ട്രെയിനിലാണ് പോകുന്നത്. എഡിൻബ്ര വേവർലിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം പ്ലാറ്റ്ഫോം 4 നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. ഇതാ നമ്മുടെ ട്രെയിൻ. ഹാരി പോട്ടർ മൂവി ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു സ്റ്റേഷനിൽ നിന്നാണ് അവർ ഹോഗ്വാർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറുന്നത്. അപ്പോൾ ഈ മറ്റേ ഇതിലൂടെയാണ് അവർ വാനിഷായി പോകുന്ന ആ സീനുള്ളത്. ഓക്കെ, നമ്മൾ സീറ്റിൽ കയറിയിരുന്നു, സെറ്റിലായി. ഉറക്കം വരുന്ന ഇനി 4 hour ഇരിക്കാനുള്ള അതിനകത്ത്. 4 hour അല്ലേ ഷായി? എത്ര മണിക്കൂറുണ്ട് ട്രാവൽ? 4 മണിക്കൂർ ഇവിടെ ഇരിക്കാനുണ്ട് ട്രെയിനിൽ. സത്യം പറഞ്ഞാൽ പോകുന്ന വഴി തന്നെ ഒത്തിരി നല്ല കാഴ്ചകൾ കാണാനുണ്ട്, നല്ല സീനറീസ് ഒക്കെയാണ്. പിന്നെ 4 മണിക്കൂറൊക്കെ ബോറടിക്കുമല്ലോ കുറച്ച്. പിന്നെ സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ചായക്ക് തലവേദന എടുത്തിട്ട് ചായ പോയി ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഒരു കാശിന് കൊള്ളത്തില്ല. ഞങ്ങൾ കാണിച്ചേ ട്രെയിനിന് കിട്ടിയത്. ടിക്കിക്ക് ചെറിയൊരു ആക്ടിവിറ്റി ബുക്കൊക്കെ ട്രെയിനിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അതും കൊണ്ട് കുറച്ച് നേരം ഇരുന്നു. എന്താ പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞേ. പഠിക്കാൻ പണി കിട്ടി ഗൈസ്. ന്യൂ കാസിലിൽ ഞങ്ങൾ ഇറക്കി വെച്ചു അല്ലേ? എഡിൻബ്രയിൽ എത്തുന്നതിന് മുന്നേ ന്യൂ കാസിലിൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. നിയർ ബൈ റെയിൽവേ ട്രാക്കിൽ ഫയർ ഉണ്ടായിട്ട് നമ്മുടെ ട്രെയിൻ ടെർമിനേറ്റ് ചെയ്തു ന്യൂ കാസിലായപ്പോൾ. നമുക്ക് പോകുന്ന സ്ഥലത്തേക്ക് പോയില്ല, പകരം വേറൊരു സ്ഥലത്ത് ഇറക്കി പോയി. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഏകദേശം നമ്മൾ സ്കോട്ട്ലാൻഡിലേക്ക് കയറി കഴിഞ്ഞിട്ടുള്ളൊരു സീനറിയാണ്. നല്ല ഭംഗിയാണ്, നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. ഒരുപാട് നല്ല എന്താ പറയുക സീനറിയാണ് നമുക്ക് ട്രെയിനിലിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. ബ്രിഡ്ജും റിവറും നല്ല ബിൽഡിങ്സും നല്ല അടിപൊളിയാണ്.
അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പം നല്ല സീസൈഡ് വ്യൂ ആയിരുന്നു. ഒരു രക്ഷയില്ല, നല്ല ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ ഈ സ്ഥലങ്ങളുടെ ഭംഗി അറിയണമെങ്കിൽ ഇത് നേരിട്ട് തന്നെ കാണണം. ഇത് വീഡിയോയിൽ ഒരു പരിധി വരെ നമുക്ക് ഈ വീഡിയോയിൽ കിട്ടത്തുള്ളൂ. സ്പെഷ്യലി ഈ ബീച്ച് സൈഡിലൂടെയുള്ള ഒരു ട്രെയിൻ ജേണി. അങ്ങനെ ഫൈനലി നമ്മൾ 4 to 5 hours ശേഷം നമ്മൾ വേവർലിയിൽ എത്തിയിട്ടുണ്ട്. എഡിൻബ്ര വേവർലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ നമുക്ക് ഒരു ടാക്സി എടുത്തിട്ട് വേണം നമുക്കിനി ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ വേഗം തന്നെ ടാക്സി വന്നുകൊണ്ട് ടാക്സിയിൽ കയറി നേരെ നമ്മൾ ഹോട്ടലിലേക്ക് ചെന്നു. ഇതാണ് നമ്മുടെ റൂം. നല്ല ടയേർഡാണ്, വേഗം തന്നെ ഉറങ്ങണം. ടയേർഡായി അങ്ങനെ ഗൈസ് നമ്മൾ റൂമിലെത്തി സെറ്റായി ഉറങ്ങാൻ പോവാണ്. നാളെ രാവിലെ കാണാം. ബൈ.